ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? വയനാടൻ കാടുകളിൽ വീണ്ടും മുളങ്കാടുകൾ പൂത്തു. ഒരു മനുഷ്യായുസ്സിൽ വളരെ അപൂർവമായി മാത്രം കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറം ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ ജിദാസ്. വെൽക്കം ടു സദറൻസ് വേൾഡ്. മുളങ്കാടുകൾ പച്ചപുതച്ച് അതിമനോഹരമായി നിൽക്കുന്ന കാഴ്ച കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണണേ. ആ പച്ചപുതച്ച മുളങ്കാടുകൾ ഇന്ന് പൂത്തുലഞ്ഞു കഴിഞ്ഞു. പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ചെടിയാണ് ബാംബു. സാധാരണ പൂക്കുകയും കായ്ക്കുകയും ചെയ്താൽ മറ്റു പുല്ലിനങ്ങൾ നശിക്കുന്നത് പോലെ മുളയും നശിക്കുന്നു. 40 മുതൽ 45 വർഷത്തിനിടയിലാണ് മുളകൾ പൂക്കാറുള്ളത്. പൂക്കുമ്പോൾ പ്രായവ്യത്യാസമില്ലാതെ ഒരു പ്രദേശത്തെ മുഴുവൻ ചെടികളും പൂത്തു നശിക്കുന്നു.
വളരെ വേഗം വളരുന്ന ഒരു ചെടിയാണ് ബാംബു എങ്കിലും കാട്ടുതീയാരും കാട്ടാനകളുടെ ഇഷ്ടഭക്ഷണം ബാംബു ആയതിനാലും അവയെല്ലാം അതിജീവിച്ച് പൂത്ത ഇല്ലയുടെ അരികൾ മുളച്ച് വീണ്ടും ഇവ മുളങ്കാടുകളായി രൂപപ്പെടാൻ 5 മുതൽ 10 വർഷം വരെ എടുക്കും. പണ്ടുകാലത്ത് മുള ഗൃഹനിർമ്മാണത്തിനും മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. മുള കൊണ്ട് നിർമ്മിച്ച 350 വർഷം പഴക്കമുള്ള വീടിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുളംപൂവ്. പൂത്തു കഴിഞ്ഞാൽ ഇലകൾ പൂർണ്ണമായി ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. പൂക്കൾ മാത്രമാണ് മുളഞ്ചില്ലയിൽ പിന്നീടുണ്ടാകുക. പണ്ടുകാലങ്ങളിൽ ഇലകൾ കൊഴിഞ്ഞ മുളഞ്ചോടുകൾ ചെത്തി വൃത്തിയാക്കിയിടുന്നു. അതുകൊണ്ട് മൂപ്പെത്തിയ മുളയരികൾ കൊഴിഞ്ഞു വീഴുമ്പോൾ എളുപ്പം ശേഖരിക്കാൻ കഴിയുന്നു. സാധാരണ നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് മുളകൾ പൂക്കാറുള്ളത്. കാഴ്ചയിൽ ചെറിയ ഗോതമ്പിനോട് സാദൃശ്യമുള്ളവയാണ് മുളയരികൾ. മുളയരി പായസം, മുളയരി പുട്ട് എന്നിവ ഏറെ പ്രസിദ്ധമാണ്. ധാരാളം വിറ്റാമിനുകളും ഫൈബർ കണ്ടന്റും അടങ്ങിയതാണ് മുളയരി. മാർക്കറ്റിൽ ഏകദേശം 300 രൂപയോളം വരും മുളയരിക്ക്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പൂത്തു നിൽക്കുന്ന ഈ മുളങ്കാടുകൾ ഉണങ്ങി നശിക്കും. ഓർമ്മയിൽ കാനന ഭംഗി പച്ച പുതച്ചു നിന്നിരുന്ന ആ മുളങ്കാടുകളായിരുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പൂത്തു നിൽക്കുന്ന ഈ മുളങ്കാടുകൾ ഉണങ്ങി നശിക്കും. വീണ്ടും ഇവ ആ പഴയ മനോഹാരിതയിലേക്കെത്താൻ വർഷങ്ങളെടുക്കും. പ്രകൃതിയുടെ മറ്റൊരു പ്രതിഭാസം. ആ പച്ചപ്പിലേക്ക് നമുക്ക് വീണ്ടും എത്തിച്ചേരാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ പുതുവത്സര ആശംസകളോടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. It's me, Jida, signing off from Sutherland's World.